കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 8 ചൊവ്വാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ബഹ്റൈനിൽ നടത്തിയ പരിശോധനയിൽ 26 നിയമലംഘകരായ തൊഴിലാളികളെ പിടികൂടുകയും നേരത്തെ പിടിയിലായ 16 പേരെ നാടുകടത്തുകയും ചെയ്തു. മാർച്ച് 23 മുതൽ ഏപ്രിൽ 5 വരെ 1078 പരിശോധനാ ക്യാമ്പയിനുകളാണ് LMRA നടത്തിയത്. പരിശോധനയിലുടനീളം പലയിടത്തും താമസ നിയമലംഘനങ്ങൾ കാണപ്പെട്ടതായും നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും LMRA പറഞ്ഞു. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 5, മുഹറഖ് ഗവർണറേറ്റിൽ 2, വടക്കൻ ഗവർണറേറ്റിൽ 4, തെക്കൻ ഗവർണറേറ്റിൽ 2 എന്നിങ്ങനെ 13 സംയുക്ത പരിശോധനാ പ്രചാരണങ്ങൾക്ക് പുറമെ വിവിധ ഗവർണറേറ്റുകളിലെ 1065 കടകളിൽ പരിശോധനയും നടത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ സർക്കാർ തലത്തിൽ അന്വേഷണങ്ങളും പരിശോധനകളും തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. ബഹ്റൈനിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്നവർ ഏപ്രിൽ 28-നകം തിരിച്ചെത്തണമെന്ന് നീതി, ഇസ്ലാമിക് അഫയേഴ്സ്, എൻഡോൺമെന്റ് മന്ത്രാലയം. രാജ്യത്തെ ലൈസൻസുള്ള ഉംറ ക്യാമ്പയിനുകളുടെ അവസാന യാത്ര ഏപ്രിൽ 24-നകമായിരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ഉംറയും ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം അധികൃതർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 29 മുതൽ സീസൺ അവസാനം വരെ ഔദ്യോഗിക ഹജ്ജ് പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മക്കയിലോ മദീനയിലോ പ്രവേശിക്കാനോ താമസിക്കാനോ അനുവദിക്കൂ എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഈ കാലയളവിൽ ഉംറ യാത്രകൾ നിർത്തിവയ്ക്കുകയും ജൂണിൽ ആരംഭിക്കുന്ന ഹജ്ജ് സീസണിന് ശേഷം പുനരാരംഭിക്കുകയും ചെയ്യും. SNCS എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസും +2ഉം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വേണ്ടി വിവിധ ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും വിവിധ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാം, തുടർ കോഴ്സുകളുള്ള കോളേജുകൾ, വിദേശ പഠന സാധ്യതകൾ എന്നിവയെക്കുറിച്ചും ശില്പശാല സംഘടിപ്പിച്ചു. SNCS സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് കരിയർ കൗൺസിലറായ ജോസി തോമസ് ആണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. അനുപമ പ്രശാന്ത് പരിപാടിയുടെ മുഖ്യ അവതാരകയായിരുന്നു. ചെയർമാൻ കൃഷ്ണകുമാർ ജോസി തോമസിനെ ഉപഹാരം നൽകി ആദരിച്ചു. സെക്രട്ടറി ശ്രീകാന്ത് MS, കോർഡിനേറ്റർമാരായ രമ്യ ശ്രീകാന്ത്, ജിനേഷ്, രമ്യ അരുൺ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. എഡ്യൂക്കേഷൻ ഫോറം സെക്രട്ടറി ബിജു PC നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ നവകേരള കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇടതുപക്ഷ നേതാക്കളായിരുന്ന TV തോമസ്, CK ചന്ദ്രപ്പൻ എന്നിവരുടെ അനുസ്മരണം നടന്നു. ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗം അസീസ് ഏഴംകുളം TV തോമസിനെ അനുസ്മരിച്ച് സംസാരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭ അംഗവുമായ ജേക്കബ് മാത്യു CK ചന്ദ്രപ്പനെ കുറിച്ച് ഓർത്തെടുത്തു. ബഹ്റൈൻ നവകേരള സെക്രട്ടറി AK സുഹൈലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭ അംഗവുമായ ഷാജി മൂതല അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മാണിയത്ത് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനിൽദാസ് ബാല നന്ദിയും പറഞ്ഞു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ, 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
മുഹറ KMCC സ്വരൂപിച്ച സഹായം CH സെന്റർ സംസ്ഥാന കൺവീനർ റഷീദ് ആറ്റൂരിന് പ്രസിഡന്റ് KT അബു യൂസഫ് കൈമാറി. അബു യൂസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം NK അബ്ദുൽ കരീം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മുന അബ്ദുള്ള, ജംഷീദ് അലി, അനസ് ബുസൈത്തീൻ, നിസാർ ഇരിട്ടി എന്നിവരും സന്നിഹിതരായിരുന്നു. ഐനുൽ ഹുദ മദ്രസ റമദാൻ അവധി കഴിഞ്ഞ് ഏപ്രിൽ 8 തുറക്കാനും ഈ വർഷം മുതൽ മദ്രസയിൽ +2 തുടങ്ങാനും ഏപ്രിൽ 12 ശനിയാഴ്ച 4 മാതൃസംഗമം നടത്താനും ഇതോടൊപ്പം ചേർന്ന യോഗം തീരുമാനിച്ചു. ജനറൽ സെക്രട്ടറി റഷീദ് തുളിപ്പ് സ്വാഗതവും ഇബ്രാഹിം തിക്കോടി നന്ദിയും പറഞ്ഞു. അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയാക് സെന്ററിൽ അത്യാവശ്യമായി രക്തം ആവശ്യമുള്ളതിനാൽ കൊയിലാണ്ടിക്കൂട്ടം ബഹ്റിൻ ചാപ്റ്റർ ഏപ്രിൽ 11 വെള്ളിയാഴ്ച കാലത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായാണ് രക്തം ആവശ്യമുള്ളത്. രക്തം നൽകാൻ സന്നദ്ധരായവർ രാവിലെ 7:30-നും 11:30-നും അവാലി ബ്ലഡ് ബാങ്കിൽ എത്തിച്ചേരണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് കൊയിലാണ്ടിക്കൂട്ടം ബഹ്റിൻ ചാപ്റ്റർ മെമ്പർഷിപ്പ് സെക്രട്ടറി ഹരീഷ് PKA 39725510 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫിഡെ അംഗീകാരത്തോടെ ഡെയിലി ട്രിബ്യൂണിന്റെ ആഭിമുഖ്യത്തിൽ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീസൺ 1 എന്ന പേരിൽ ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ മാഹൂസിലെ മാർക്കൻഡിസ് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത്. ബ്ലിറ്റ്സ്, കിഡ്സ് റാപ്പിഡ്, ജൂനിയർ റാപ്പിഡ് എന്നീ വിഭാഗങ്ങളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ബഹ്റിൻ ചെസ് ഫെഡറേഷൻ, അർജുൻ ചെസ് അക്കാദമി എന്നിവരുടെ സഹകരണത്തോടെയാണ് ടൂർണമെന്റ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 35139522 അല്ലെങ്കിൽ 36458398 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്.